ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗെയിമിംഗ് വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ആയിട്ടല്ലേ വന്നിരിക്കണം. ഇന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. എൻ്റെ വീട്ടിൽ സോളാർ വെച്ചു, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അതിൻ്റെ അത് വെച്ച കമ്പനിയുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് എല്ലാം വിശദീകരിച്ച് തരും. ഇപ്പോൾ പെട്രോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എന്ന് വെച്ചാൽ പെട്രോൾ ഇപ്പോൾ ഭയങ്കര കുറവല്ലേ. അപ്പോൾ എല്ലാവരും സോളാർ വെക്കും. അപ്പോൾ സോളാർ വെക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഫുൾ എക്സ്പ്ലനേഷൻ ഉണ്ട്. സബ്സിഡി ഇല്ലാത്ത സോളാറിന് വില കൂടുകയാണോ കുറയുക, അങ്ങനത്തെ കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം, വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. സോളാറിന് വില കുറയാണ്. നമ്മളിപ്പോൾ ഇവിടെ വയ്ക്കുന്നത് നോൺ DCR പാനലാണ്. സാധാരണ വയ്ക്കുന്ന DCR പാനലാണ്. അതിന് വില കൂടുതലാണ്. സബ്സിഡി കിട്ടില്ല. ഏകദേശം വ്യത്യാസമൊന്നുമില്ല. ഏകദേശം സെയിം പ്രൈസ് തന്നെ വരും. സബ്സിഡിക്ക് കാത്തിരിക്കേണ്ടെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പവർ കൂടിയിട്ടുള്ള പാനൽ വയ്ക്കാം. 590 സബ്സിഡി ഉള്ളതാവുമ്പോൾ നമുക്ക് ഇത്ര പവറിന് വരുന്നില്ല. അതാവുമ്പോൾ 590 വാട്ടിന്റെ പാനൽ നമ്മൾ വെച്ചിട്ടുണ്ട്. വെച്ചിരിക്കുന്നത് നമ്മളിവിടെ 5 കിലോവാട്ടിന്റെ സിസ്റ്റം വെച്ചിട്ടുള്ളത്. അതിലൊരു പാനല് 575 വാട്ടുണ്ട് ഒരു പാനല്. അങ്ങനെ 9 പാനൽ കൂട്ടുമ്പോൾ ഒരു 5100 വാട്ട് കിട്ടുന്നുണ്ട്. 5 കിലോവാട്ടിന് മേലേക്ക് ഉണ്ട്. കമ്പനിയുടെ പേര് ഗ്രീൻ ഫാൽക്കൺ ടെക്നോളജീസ്. തിരൂരാണ്. തിരൂര് വല്ലച്ചതാണ്. മുന്നേ ഒരു 500 പേർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തില് കണ്ണൂർ ചെയ്യുന്നുണ്ട്, കോഴിക്കോട്, പിന്നെ എറണാകുളം, കോട്ടയം എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു പാനലിന് 30 വർഷം വാറണ്ടി തരുന്നു. പിന്നെ നമ്മളിവിടെ വെച്ചിട്ടുള്ള ഇൻവെർട്ടറിന് 7 വർഷം വാറണ്ടി. പിന്നെ സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ 5 വർഷം വാറണ്ടി കൊടുക്കും. സർവീസ് വാറണ്ടി നമ്മുടെ സിസ്റ്റത്തിനാണ്. സിസ്റ്റത്തിൽ എന്തെങ്കിലും കേബിളിങ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് 5 വർഷത്തിനുള്ളിൽ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു വാറണ്ടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ഒക്കെ ഉണ്ട്. അത് 3 വർഷം ഫ്രീ ആയിട്ട് ചെയ്തു. 3 വർഷം അത് ആ വർഷത്തിൽ 2 പ്രാവശ്യം വന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. പാനലുകൾ ഫ്രീ ആയിട്ട് പാനൽ ക്ലീൻ ചെയ്യും. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. ബാറ്ററി ഇല്ലല്ലോ. നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. അപ്പോൾ ബാറ്ററി വരുന്നില്ല. കറണ്ട് ഉണ്ടാക്കണം. നമ്മൾ എക്സസ് വരുന്നത് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കണം. KCB ഗ്രിഡിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റോറേജ് കറണ്ട് അത് അതിൻ്റെ മീറ്ററിൽ ഒരു ബാങ്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓരോ ദിവസം ഇപ്പോൾ ഒരു 25-ന് മേലെ യൂണിറ്റ് സ്റ്റോറേജ് ഉണ്ടായിരിക്കും. നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ബാക്കിയുള്ള നമ്മൾ യൂസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു 8 യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ 8 യൂണിറ്റ് നമ്മൾ KCB ബാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കൊല്ലം വട്ടെത്തുമ്പോൾ നമുക്ക് അതിനുള്ള കാശ് KCB കിട്ടും. 3.50 രൂപ കിട്ടുള്ളൂ. സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബില്ല് വരില്ല. നമുക്ക് ഒരു കൊല്ലത്തുമ്പോ നമുക്ക് കിട്ടും. ബില്ല് വരില്ല. കറണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു 3 AC നമുക്ക് 5 കിലോവാട്ട് വെച്ച് ഉപയോഗിക്കാം. പിന്നെ വണ്ടി ചാർജറൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ചാർജ് ചെയ്യാൻ അതും ചെയ്യാം. വണ്ടികളുള്ളവരെല്ലാവരും സോളാർ വയ്ക്കാണ്. വെക്കാൻ ഒരു 5 കിലോവാട്ട് വെക്കുകയാണെങ്കിൽ ഒരു 320 റേറ്റ് വരും. ഷീറ്റ് റൂഫ് വെക്കുകയാണെങ്കിൽ ഷീറ്റ് റൂഫ് അല്ലെങ്കിൽ ഒരു 310 വരും. സോളാർ വെക്കുമ്പോ റൂഫിലല്ലേ വെക്കാറ്? റൂഫില്. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്റ്റാൻഡെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അഡീഷണൽ കോസ്റ്റ് ഇല്ല. അതെല്ലാം ഇൻക്ലൂഡിംഗ് ആണ് നമ്മൾ ഈ പറയുന്ന റേറ്റില്. എന്തൊക്കെ ഇൻക്ലൂഡിംഗ്
ലോഡിംഗ് ആണ് ഈ കോസ്റ്റ്? സോളാറിന്റെ എല്ലാ കാര്യങ്ങളും, സോളാറിന്റെ ഇൻവെർട്ടർ, പാനല്, സ്ട്രക്ചർ വർക്ക് എല്ലാം കേബിളിങ്. അപ്പൊ നമ്മൾ ഒന്നും സെപ്പറേറ്റ് കൊടുക്കേണ്ട വരുന്നില്ല. ഒക്കെ ഈ പൈസ നല്ല കാര്യമാണ്. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എന്തായാലും സോളാർ വെക്കാൻ നോക്കും. എല്ലാവരും വരും വീടുകളില്. പെട്രോളൊക്കെ കുറഞ്ഞ് കറണ്ട് ബില്ല് കൂടണ്. പിന്നെ നമ്മള് ഒരു വീട്ടില് സോളാർ വെക്കാന്ന് പറഞ്ഞാൽ നമ്മള് പ്രകൃതിയോട് ചെയ്യുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നല്ലൊരു കാര്യം സോളാർ വെക്കാൻ. കാർബൺ മോണോക്സൈഡ് പ്രശ്നങ്ങളും കുറഞ്ഞു. പെട്രോൾ ഇപ്പൊ വിലയും കൂടുന്നത് എന്തായാലും ഓരോ വർഷം കൂടുന്നവരും കൂടി വരുള്ളൂ. കറണ്ട് ചാർജും കൂടി വരുള്ളൂ ഓരോ വർഷം. സോളാർ വെക്കുന്നതാണ് ഏറ്റവും നല്ല ഗുഡ് ഐഡിയ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സോളാറിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പൊ നല്ലൊരു സാധനമാണ് സോളാർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ എത്ര കമ്പനീസ് ഉണ്ട് സോളാറിന്റെ? കമ്പനികൾ ഇപ്പൊ ഡെയിലി ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പൊ സബ്സിഡി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുറെ കമ്പനികൾ വരുന്നുണ്ട്. കുറെ കമ്പനികൾ വരുന്നുണ്ട്. നാട്ടിൽ തൊഴിൽ സാധ്യത കൂടുന്നുണ്ട്. സർവീസ് എവിടേക്കാണ് സോളാറിന്റെ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറണ്ടി അല്ല സർവീസ് എത്ര ദൂരത്തേക്ക് കേരളത്തിൽ മൊത്തം ചെയ്യുന്നുണ്ട്. ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു സോളാറിന്റെ ഉപകാരങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് വൈകിട്ട് ബൈ. അപ്പോൾ സോളാറിനെ പറ്റിയുള്ള ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ ജനറേഷനിൽ പെട്രോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും സോളാർ വെക്കാൻ നോക്കും. ഇപ്പം തന്നെ നോക്കില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും എല്ലാവരും നോക്കും. അപ്പോൾ നോക്കുന്നവർക്ക് വേണ്ടി, സോളാറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിന്നൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ആർക്കൊക്കെ ഇത് ഇഷ്ടാവില്ല എന്നൊന്നും അറിയില്ല. എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ ഓൾമോസ്റ്റ് 1K ആവാറായി. ഓൾമോസ്റ്റ് അല്ല 1K ആവാറായി സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 541 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് കൂട്ടിത്തരിക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒരു ലൈക്ക് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 100. നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്ന ഗൈസ്? നിങ്ങൾ 100 ലൈക്സ് എനിക്ക് തന്നില്ല ഗൈസ്. വെറും 30 ലൈക്സ് എനിക്ക് തന്നുള്ളൂ. 30 തന്നില്ല, 12 ലൈക്സ് തന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 50 ആണ്. 50 ലൈക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഗൈസ് 50 ലൈക്സ് എങ്കിലും തരിക. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് എല്ലാവരും നോക്കിയിട്ടൊന്ന് ആ ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞുതരും.